ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ളവനെ, സത്യം പറഞ്ഞതുകൊണ്ടു ഞാൻ ശത്രുവായി മാറിയെന്നോ, സത്യം പറഞ്ഞതുകൊണ്ടു ഞാൻ ശത്രുവായി മാറിയെന്നോ. ഗലാത്യ 4:16. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ശത്രുവായി തീർന്നു വന്നു. സത്യം തുറന്നു പറഞ്ഞ പലരെയും നമ്മൾ ശത്രുക്കളായി കണക്കാക്കിയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാധീനത. മൂടിപ്പൊതിഞ്ഞും കള്ളത്തരം കാണിച്ചും പറഞ്ഞ എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. പക്ഷെ സത്യം തുറന്നു പറഞ്ഞ ചില മനുഷ്യരെ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരിക്കലും തല കുനിക്കരുതെന്ന ആഗ്രഹത്തോടെ സത്യം തുറന്നു പറഞ്ഞ ചില വിശ്വസ്തരെ നമ്മൾ കണ്ടിട്ടില്ല. അവരെ നമ്മൾ ശത്രുവായി കണ്ടു. നമ്മളെ താലോലിച്ചും പ്രോത്സാഹിപ്പിച്ചും സ്തുതി പാടി നിന്നവരെ നമ്മൾ ഉയർത്തിക്കെട്ടുകയും ചെയ്തു. നമുക്കെല്ലാം വരാൻ ഇടയുള്ള വലിയ അപകടമാണ്. സത്യം പറഞ്ഞതുകൊണ്ടു ഞാൻ ശത്രുവായി മാറിയെന്നു. സത്യം പറഞ്ഞവരെ ചങ്കിൽ ചേർത്ത് വയ്ക്കുന്നവനാണ് വിശുദ്ധൻ. ആമേൻ. നിങ്ങളുടെ കനിവും നിറവുമുള്ള പ്രാർത്ഥന തരണം. ഈ നവംബർ 29 ദുബായിലെ സെൻറ്റ് മേരീസ് പള്ളിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ പാരീഷിൽ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളൊരു അപൂർവ ഡിജിറ്റൽ ബൈബിൾ ഷോ നടത്താൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും 22-ലധികം ബൈബിൾ ആർട്ടിസ്റ്റുകളുമായി ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഗൾഫ് മലയാളികളുടെ മക്കളടക്കം 150-ൽ പരം ആർട്ടിസ്റ്റുകൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് സ്ക്രീനിലും അരങ്ങിലുമായി പരിശുദ്ധ അമ്മ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നും അനേകർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന നൽകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് തരണം. ആമേൻ ആമേൻ ആമേൻ.